സ്ട്രോബെറി ചങ്ങായിമാരെടുത്തൊരു വണ്ടിയാണ് ഇട്ടത്. എന്തായാലും ഒരു രക്ഷയിലിട്ട ലുക്ക് BMR ഒരു BMR തന്നെയല്ലേ. അങ്ങനെ ഇവരെന്നെ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. എൻ്റെ അടുത്ത് നമ്മളെ ജൗഹർ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചങ്ങായിമാർ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എവിടുന്നേയും കാണുകയാണെങ്കിൽ ഇത് വീഡിയോ എടുക്കണമെന്നുള്ളത്. പക്ഷെ വണ്ടി ഇപ്പം അങ്ങനെ കിട്ടിയിരുന്നില്ല കേട്ടോ. വണ്ടി ഇപ്പോഴാണ് നമ്മളെ മുന്നിൽ പെട്ട സമയത്ത് തന്നെ നമ്മൾ വണ്ടിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. വണ്ടിയിൽ ഓട്ടം കഴിഞ്ഞ് വന്നാണ് ഒരു നേരെ നീ വണ്ടി കഴുകിയിടാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയത്താണ് നമ്മൾ വന്നിട്ടോ. വന്ന സമയത്ത് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും വണ്ടിയും കാര്യമൊന്നും രക്ഷയില്ല കേട്ടോ. കാരണം നമ്മളൊരു ആഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെന്തായാലും സാധിക്കണം. അത് നമ്മളെ ചങ്ങായിമാരെ കൊടുത്തിട്ടാണ് പിന്നൊന്നും പറയണ്ട. അതൊരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കില്ലേ. അങ്ങനെ അതെ ആ ചങ്ങായിമാരെ ഞാൻ കാണിച്ചിട്ടോ. അതേ നമ്മളെ ജൗഹർ ആള് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. മൊത്താണ് നമ്മളെ ഈ മുതലിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അതായത് ആഷിഖാണ്. ഇവര് ആഷിഖും ഇർഫാൻ എന്നാണ് ആളുടെ പേര്. അങ്ങനെ ഇവരെ കൂടെയുള്ള ആൾ വേറെ നുഫൈൽ. ഇവർ 3 പേരാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇവർ 3 പേരും കൂടി ഉള്ളൊരു സംരംഭമാണ് ഇട്ടത്. പിന്നെ കൂട്ടത്തിൽ മാനേജറായ നമ്മളെ ജൗഹർ ഉണ്ടല്ലേ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ചെങ്ങായിമാർ ലോഗോ ചോദിച്ചതിരിക്കും നമ്മൾ കൊടുത്തില്ല ഈ മോശമല്ലേ. അപ്പോൾ ലോഗോ ഒന്ന് കൊടുത്തിട്ട് ചെങ്ങായിമാർക്ക് ഇവർക്കല്ലാണ്ട് പിന്നെ ആർക്കാ കൊടുക്കല്ലേ. ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടു. കാരണം നമ്മളൊരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു ഒത്തൊരുമ ഒരു കൂട്ടായ്മയും വേണം. അത് നമ്മളെ കൂടുതലുള്ള ചങ്ങായിമാരാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലേ. ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മൾ തളരുമ്പോൾ ഒരു നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ നിങ്ങളെന്താ അറിയാണ്ടൊക്കെ എവിടെ നോക്കിയാൽ നിങ്ങളെ ലോകമാണ് കാണുന്നത്. കുറേ ലോകം വിചാരിക്കുന്നുണ്ട്. എന്നൊരു ഒരുപാട് സന്തോഷം ചങ്കെ. അങ്ങനെ നമ്മളെ ചങ്കിനെ കണ്ടത് നിമിഷാട്ടത്. നമ്മളെ മുത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിലുണ്ടത്. ജൗഹർ ആളൊരു രക്ഷയില്ലാത്ത വൈബ് മനസ്സിലാട്ടോ. എപ്പോഴും കട്ട സപ്പോർട്ടാണ്. പിന്നെ ആളെ വണ്ടിയിലാണ് നമ്മളെ ലോഗോ. ഇതൊക്കെ തന്നെ പോരാൻ പകില്ലേ മൊത്തം പൊളിക്കിട്ടെ നീ.